إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അർഹമുർ-റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ച് തഖ്വയുള്ളവരായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദീനിൽ അതിൻ്റെ പഠിതാക്കളും അതിൻ്റെ പ്രയോക്താക്കളും ആയ നമ്മിൽ പഠിക്കാനും ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാനുമൊക്കെ ധാരാളം നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലൂടെ നമ്മെ തെര്യപ്പെടുത്തിയിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു, ദുൽഖഅദയുടെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇന്ന് ആമുഖമായി ഞാൻ ഓതിവെച്ച വചനം സൂറത്തു തൗബയിലെ 36-ാമത്തെ വചനമാണ്. സൂറത്തു തൗബ പരിശുദ്ധ ഖുർആനിലെ ബിസ്മി ഇല്ലാത്ത സൂറത്താണ്, 9-ാമത്തെ അധ്യായമാണ്. അതിൽ 36-ാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ ഓതിവെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില രാത്രികൾക്ക്, ചില പകലുകൾക്ക്, ചില സ്ഥലങ്ങൾക്ക്, ചില വ്യക്തിത്വങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുർമത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഹുർമത്ത് എന്ന് പറഞ്ഞാൽ പവിത്രത. മസ്ജിദുൽ ഹറമൈനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയിട്ടുണ്ട്.
ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് ബലിമൃഗങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിആറുകളായി പഠിപ്പിച്ച പവിത്രമായ ഒന്നാണ്. മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ആളുകളുടെ രക്തം, ധനം, അഭിമാനം, ഇങ്ങനെ തുടങ്ങി ഇസ്ലാം ദീനിൽ പവിത്രമാക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവും റസൂലും നമ്മെ തെര്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച നാൾ മുതൽ 12 മാസങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ പടച്ചിട്ടുള്ളത്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമായ മാസങ്ങളാണ്. 4 മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. ആ പവിത്രമായ മാസങ്ങളിലൂടെ ആണ് നമ്മൾ ഈ ഒരു ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറവും റജബുമാണ് ഈ 4 മാസങ്ങൾ എന്നത്. പലപ്പോഴും റജബൊക്കെ ആയിക്കഴിഞ്ഞാൽ പല ആളുകളും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ദഈഫായ ഹദീസാണ്, ദുർബലമായ ഹദീസാണ്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് കാണുക. അസ്ലിയായി ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയല്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്നുള്ളത് ദഈഫായ ഹദീസായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയൊക്കെ റജബിനെ പവിത്രമാക്കുന്ന, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റജബിന് പവിത്രത നൽകിയിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ സംബന്ധിച്ച് പറയും, ലാ ഹുജ്ജത ഫീ തഖ്സീസിഹി ബിശൈഇൻ, ഇതിനെ പ്രത്യേകമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടില്ല, ആക്കിയതായിട്ട് യാതൊരു തെളിവും ഇല്ല തന്നെ. ലാകിന്നഹു ദഈഫുൻ, പക്ഷേ ഈ ഹദീസ് ദുർബലമാണ്. അതുപോലെ റജബിനെ സംബന്ധിച്ച് പറയുന്നത് റാ എന്ന് പറഞ്ഞാൽ അത് റഹ്മത്താണ്, ജീം എന്ന് പറഞ്ഞാൽ അത് ജൂദാണ്, ബാ എന്ന് പറഞ്ഞാൽ അത് ബറക്കത്താണ് എന്നൊക്കെ പഠിപ്പിക്കപ്പെടുന്നതായി കാണാൻ കഴിയും. ഇതിനൊന്നും അസ്ലിയായിട്ട് അതിനെ ഖാസാക്കുന്ന തരത്തിലുള്ള ഒരു തെളിവും അല്ലാഹു റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്ന് കൂടെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതിന് 3 മാസങ്ങളെ സംബന്ധിച്ച്, 3 മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഉൾക്കൊള്ളുന്ന ദുൽഖഅദയും ദുൽഹിജ്ജയും അതുപോലെ മുഹറവും, ഈ 3 മാസങ്ങളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ട മറ്റ് കർമ്മങ്ങളിലേക്ക് നമ്മൾ തയ്യാറെടുക്കുന്ന മാസമായിട്ടാണ് ദുൽഖഅദയെ നമ്മൾ കാണുക. ഹജ്ജുമായി ബന്ധപ്പെട്ട മാസങ്ങളാണ് ഇവയെല്ലാം. അതുകൊണ്ട് പ്രവാചക ജീവിതത്തിലെ നമുക്കെടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4 ഉംറകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിത കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. ആ 4 ഉംറകളും ഈ ദുൽഖഅദയിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ദുൽഖഅദയുടെ പവിത്രത പഠിപ്പിക്കുന്നിടത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ ഇന്ന സമാന ഖദ് ഇസ്തദാറ കഹയതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച കാലം മുതൽ, കാലം എന്നത് അസ്സനതു 12 ശഹ്റൻ, വർഷം കടന്നു വരുന്നത് 12 മാസങ്ങൾ ചേർന്നാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമായ മാസങ്ങൾ. സലാസത്തുൻ മുതവാലിയാത്ത്, 3 മാസങ്ങളാകട്ടെ അത് തുടർന്നു വരുന്ന മാസങ്ങളാണ്. ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം, ഈ 3 മാസങ്ങൾ തുടർന്നു വരുന്ന മാസങ്ങളാണ്. റജബ് മാത്രമാണ് മുളറും ബൈന ജുമാദി വ ശഅബാൻ, ജുമാദിനും അതുപോലെ തന്നെ ശഅബാനിനും ഇടയിലായി വരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഈ മാസങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഹറാമായ പ്രവർത്തനങ്ങൾക്ക് വിലക്കുകൾ ഉണ്ട് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാൻ. മാത്രമല്ല യുദ്ധം നിഷിദ്ധമായ മാസങ്ങളാണ്, യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ആ മാസങ്ങളെ കൂട്ടത്തിലാണെന്ത്, അതിന്റെ ഹുർമത്ത് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ അക്രമങ്ങൾ ചെയ്യാൻ പാടില്ല. ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, ഇൽതസിമു ഹുദൂദല്ലാഹ് വഅഖീമു അൽ ഫറാഇല വഅദ്ദുൽ ഹുഖൂഖ ഇജ്തനിബു അൽ മഹാരിം, വിശ്വാസികളായ ആളുകളെ ഇൽതസിമു ഹുദൂദല്ലാഹ്, അല്ലാഹുവിന്റെ ഹദ്ദുകളെ, അല്ലാഹുവിന്റെ നിയമങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅഖീമുൽ ഫറാഇൽ, ഫർദുകൾ നിങ്ങൾ നിർവഹിക്കണം. വഅദ്ദുൽ ഹുഖൂഖ, അവകാശങ്ങൾ നിർവഹിക്കണം.
വൈജത്തനിവോൽ മഹാരിം, ഹറാമുകളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണമെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ഖുർത്തുബി ഇമാമിന്റെ വിശദീകരണമായി നമുക്ക് കാണാൻ കഴിയും, ഖഫല്ലാഹു തആല അൽ അശ്ഹുറുൽ ഹുറുമ ബിദ്ദിക്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ സ്മരിക്കാനായിട്ട് ഈ പവിത്രമായ മാസങ്ങളെ കുറിച്ച് അല്ലാഹു അതിനെ ഗോപ്യമാക്കി വെച്ചിരിക്കുന്നു. ഖഫല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അശ്ഹുറുൽ ഹുറുമ ബിദ്ദിക്രി. മാത്രമല്ല വനഹ അനിൽ ളുൽ, അക്രമങ്ങൾ ചെയ്യരുത് എന്നും ഈ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നു. ഫിഹാ തശ്രീഫൻ, ഇതിന് പവിത്രതയുണ്ട്. ലഹ വഇൻകാന മിൻഹുമാ ഫീ കുല്ലി സമൻ, എല്ലാ മാസങ്ങൾക്കും എല്ലാ സമയങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് പ്രത്യേകമായ ഒരു ഷറഫ്, ഒരു പ്രത്യേകത, ഒരു മാന്യത അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. ഫലാ റഫസ വലാ ഫുസൂക വലാ ജിദാല ഫിൽ ഹജ്ജ്, നിങ്ങൾ റഫസ് ചെയ്യാൻ പാടില്ല, ഫിസ്ക് ചെയ്യാൻ പാടില്ല, ജിദാൽ ചെയ്യാൻ പാടില്ല എന്ന് കാണാൻ കഴിയും. വിശ്വാസി റബ്ബിന്റെ നിയമങ്ങൾക്ക് വിധേയനാണ് എന്ന്. ഹജ്ജുമായി ബന്ധപ്പെട്ട അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ മാസങ്ങളായിട്ട് ഫലാ റഫസ വലാ ഫുസൂക വലാ ജിദാല ഫിൽ ഹജ്ജ് വമാ തഫ്അലു മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ്. നിങ്ങൾ എന്തൊരു നന്മ ഈ മാസങ്ങളിൽ ചെയ്താലും അല്ലെങ്കിൽ ഈ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കാര്യങ്ങളെ സംബന്ധിച്ച് അറിയുന്നവനാണ്. എന്നാൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം, ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിങ്ങളുടെ സാദ് എന്നത് നിങ്ങൾ കൊണ്ടു നടക്കേണ്ടത് തഖ്വയുടെ, സൂക്ഷ്മതയുടെ സാദ് നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. വത്തഖൂനി യാ ഉലിൽ അൽബാബ്, അല്ലയോ ബുദ്ധിയുള്ള മനുഷ്യരെ, അല്ലയോ തലയുള്ള ചിന്തിക്കുന്ന മനുഷ്യരെ, നിങ്ങൾ എന്നെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ തഖ്വയുള്ള സൂക്ഷ്മത കൂടുതൽ കാണിക്കേണ്ട മാസങ്ങളായിട്ട് ഈ മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. വലാ റഫസ എന്ന് പറഞ്ഞാൽ എന്താണ്? വലാ ജിമാഅ, ഹജ്ജ് നിർവഹിക്കുന്ന ആളുകൾ ജിമാ ചെയ്യാൻ പാടില്ല, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. വലാ ഫുസൂക, അതുപോലെ തന്നെ മആസുകൾ ചെയ്യാൻ പാടില്ല, ദുർവൃത്തികൾ, മോശമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ദ്രോഹിക്കുക, അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും ഹജ്ജിന്റെ സമയത്ത് ചെയ്യാൻ പാടില്ല. വഖതിഅത്തു റഹിം, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയുക, ഇത് പാടില്ല ഒരു വിശ്വാസിക്ക്. ഗീബത്ത് പറയുക, അതുപോലെ തന്നെ നമീമത്ത് പറയുക, റിബയുമായി പലിശയുമായി ബന്ധപ്പെടുക, ഇതൊന്നും ഹജ്ജിന്റെ സമയങ്ങളിൽ പാടില്ല. അല്ലാത്ത സമയങ്ങളിലും പാടില്ല. എന്നാൽ ഹജ്ജിന്റെ സമയമായി കഴിഞ്ഞാൽ കൂടുതൽ സൂക്ഷ്മതയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടത് എന്ന് അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വല ഫുസൂഖ് എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ. വല ജിദാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ള മനുഷ്യരുമായി തർക്കിച്ച് സമയം കളയുക. അന്തുജാദില ബൈനന്നാസ്, മനുഷ്യർക്കിടയിൽ തർക്ക വിതർക്കങ്ങൾ നടത്തി സമയം കൊല്ലികളായി ആ സമയത്ത് നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങളെ മോശപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, അപ്പൊ നന്മയുടെ ഈ മാസങ്ങളിൽ നമുക്ക് നന്മയിൽ മുഴുകാൻ കഴിയണം. പുണ്യങ്ങൾ ധാരാളമായി നമുക്ക് ഈ മാസങ്ങളിൽ ചെയ്യാൻ കഴിയണം. പലപ്പോഴും റമദാൻ മാസത്തിൽ നമ്മൾ ധാരാളം നന്മകൾ ചെയ്യാറുണ്ട്. എന്നാൽ മറ്റു മാസങ്ങളിൽ പലപ്പോഴും റമദാനിൽ ചെയ്യുന്ന പല കർമ്മങ്ങളും നമ്മൾ മാറ്റിവെച്ച് പല കാര്യങ്ങളും ചെയ്യാറില്ല. എന്നാൽ ഈ മാസങ്ങളിൽ കൂടെ നമുക്ക് സൂക്ഷ്മമായി അല്ലെങ്കിൽ സൂക്ഷ്മതയോട് ജീവിക്കാൻ കഴിഞ്ഞാലോ ഒരുപാട് പുണ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമുക്ക് വേണ്ടി രേഖപ്പെടും. പലപ്പോഴും പ്രിയപ്പെട്ട വിശ്വാസികളെ, നമുക്ക് നന്മയിലേക്ക് എത്തുവാൻ പല തടസ്സങ്ങളും സംഭവിക്കാറുണ്ട്. എനിക്കത് ചെയ്യാൻ പറ്റണില്ല, ഇന്ന കാര്യം ഞാൻ റമദാനിലൊക്കെ ചെയ്തിരുന്നു, പക്ഷേ ഇപ്പൊ അതെനിക്ക് ചെയ്യാൻ പറ്റണില്ല എന്ന് പറയുന്ന പരാതികൾ പറയാറുണ്ട് നമ്മൾ. എന്നാൽ തിന്മകളിലാണെങ്കിലോ എനിക്ക് ധാരാളം സമയം കിട്ടാറുണ്ട്, മോശമായ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ എനിക്ക് ധാരാളം സമയം ലഭിക്കാറുണ്ട് എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ കുറെ തിന്മകളിലാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്, ഞാൻ ഇങ്ങനെ പിശാചിന്റെ വലയത്തിൽ ഇങ്ങനെ പെട്ടുകിടക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കതിലോട്ട് എത്താൻ കഴിയണില്ല എന്ന് പല ആളുകളും പറഞ്ഞു കേൾക്കാം. ചില തിരിച്ചറിവുകൾ വിശ്വാസികളായി നമുക്കുണ്ടാകണം. തിന്മകൾ എന്തുകൊണ്ടാണ് നമ്മൾ തിന്മകളിൽ എത്തിപ്പെടുന്നത്? ഈ പുണ്യമാസങ്ങളിൽ നന്മകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നുണ്ട് എങ്കിൽ അതിന് ശിക്ഷ പോലും ലഭിക്കുമെന്ന്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ഗൗരവം നിറഞ്ഞ ചില ചർച്ചകളാണ് ഇൻഷാ അല്ലാഹ് ഖുതുബയുടെ ബാക്കി ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് പഠിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ ഖുതുബ ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താൻ. പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്, ഒരാൾ തിന്മയിൽ
അകപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പോഴാണ് നമുക്ക് നന്മയിൽ മുഴുകാൻ കഴിയും. പ്രധാനമായിട്ടും ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി അൽ-ഇബ്തിആദു അൻ മുസാഹബത്തി സ്വാലിഹീന വൻ മജാലിസിഹിം, സ്വാലിഹീങ്ങളായ നല്ലവരായ മനുഷ്യരുമായുള്ള ബന്ധം അത് വിച്ഛേദിക്കുക വഴി, വാൻ മജാലിസിഹിം അവർ ഇരിക്കുന്ന സദസ്സുകളിൽ എത്തിപ്പെടായിക വഴി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ വെള്ളിയാഴ്ചകളിൽ പോലും നമ്മൾ സമയം കണ്ടെത്തി കൃത്യമായിട്ട് പള്ളികളിൽ കയറാറില്ല എന്ന് വിചാരിക്കുക. നമ്മൾ നല്ലൊരു മജ്‌ലിസാണ്, ഇവിടെ എത്തേണ്ട ആള് എത്തുന്നത് എപ്പോഴാണ്? ഏറ്റവും അവസാന സമയത്താണ്. അപ്പൊ അങ്ങനെ എത്തിപ്പെടുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ നല്ല ദീനിന്റെ ചർച്ചകൾ നടക്കുന്ന സ്ഥലങ്ങൾ അവിടെ എത്തിപ്പെടാതിരിക്കുക, അതിൽ നിന്നൊക്കെ ഇങ്ങനെ അകന്നകന്ന് പോകുക. നല്ല ആളുകൾ ഇരിക്കേണ്ടത്തോടാ അയാൾ അവിടെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട എന്ന് ചിന്തിക്കുക. ഇത്തരം ചിന്തകൾ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അയാൾ തിന്മകളിൽ അകപ്പെടും. അൽ-ഇബ്തിആദു അൻ മസാഹബത്തി സ്വാലിഹീൻ വൻ മജാലിസിഹിം, അവർ ഇരിക്കുന്ന സ്ഥലങ്ങൾ, സ്വാലിഹീങ്ങളുമായുള്ള ബന്ധം അതിൽ നിന്ന് അകലുക വഴി ആളുകൾ തിന്മകളിൽ അകപ്പെടുന്നത്. അതുകൊണ്ട് ജോലി, പഠനം, യാത്ര തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം ആളുകൾക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു. ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായ ആളുകളുള്ളിടത്ത് നമ്മൾ ഉണ്ടാകണം. ദീന് പഠിക്കുന്ന, ദീനുമായി ബന്ധമുള്ള നല്ല തഖ്വയുള്ള ആളുകളുമായി എപ്പോഴും ബന്ധം സ്ഥാപിച്ചു കൊണ്ടിരിക്കണമെന്ന്. പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞ് നന്മയുടെ കൂട്ടങ്ങളിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അയാള് ആ ആദർശത്തിനോടൊപ്പമാണ്, അതുകൊണ്ട് ഞാനില്ല. ആളുകൾ നോക്കിയിട്ടാണോ നമ്മൾ ദീന് പഠിക്കേണ്ടത്? വ്യക്തികൾക്ക് കുറവുകൾ ഉണ്ടാവും, വ്യക്തികളുടെ ന്യൂനതകൾ ഉണ്ടാകും, മനുഷ്യർക്കിടയിൽ പല പ്രശ്നങ്ങളുണ്ടാകും. കാരണം പല തുറകളിൽ പല ജീനുകളിൽ പിറന്ന മനുഷ്യന്മാരാണ്. അതുകൊണ്ട് ആളുകൾ അയാളെ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ ഞാന് ശരിയാവൂല എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാര്, അത്തരം നന്മയുടെ കൂട്ടായ്മകളിൽ ബന്ധം സ്ഥാപിക്കാത്ത ആളുകൾ, ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ പല കുറവുകളും പറഞ്ഞ് ഇങ്ങനെ അകന്നകന്നു പോകുന്ന ആളുകൾ, അങ്ങനെ ആകാൻ പാടില്ല. ചെന്നായ്ക്കൽ ആട്ടിൻകുട്ടിയെ തട്ടിയെടുക്കുന്നത് ഒറ്റപ്പെട്ടൊരു ആട്ടിൻകുട്ടിയെ ചെന്നായ്ക്കൽ എപ്രകാരമാണോ റാഞ്ചിയെടുക്കുന്നത്, അതുപോലെ തിന്മകളുടെ എല്ലാ നിലക്കുള്ള അതിപ്രസരവും നമ്മുടെ സമൂഹത്തിൽ കാണുകയാണ്. എല്ലാ മോശപ്പെട്ട സാധനങ്ങളും ഡൗൺലോഡാവും, എല്ലാ നെറ്റ്വർക്കുകളും നമുക്ക് പിന്നാലെയാണ്. എല്ലാ മനുഷ്യരെയും വഴിപഴപ്പിക്കാനുള്ള തന്ത്രങ്ങളുമായിട്ട് പലതും നമ്മുടെ മുന്നിൽ കടന്നു വരാറുണ്ട്. അതിൻ്റെയൊക്കെ പിന്നാലെ പാഞ്ഞിട്ട് ഇങ്ങനെ ആ തിന്മകളിൽ പോയി അകപ്പെട്ടിട്ട് ഇങ്ങനെ അവസാനം വിലപിച്ച് എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് പറയുന്നൊരവസ്ഥ മുഅ്മിനുണ്ടാകാൻ പാടില്ല. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനേറെ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ അത് നേടിയെടുക്കാൻ പരിശ്രമിക്കണമെന്നാണ് ഒരു ഖുദ്സിയായ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വജബത്തു മഹബ്ബതി ലിൽ മുതഹാബ്ബീന ഫിയ വൽ മുതജാലിസീന ഫിയ വൽ മുതബാദിലീന ഫിയ വൽ മുതസാവിരീന ഫിയ, എന്റെ സ്നേഹം എന്റെ അടിമകൾക്ക് നിർബന്ധമാണ്. എങ്ങനെയുള്ളവരാണ് അവർ? ലിൽ മുതഹാബ്ബീന ഫിയ, അവർ എനിക്ക് വേണ്ടി സ്നേഹം കൈമാറിയവരാണ്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക. ഒരു സുഹബത്തുള്ള നല്ലൊരു സുഹൃത്തിനെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ അയാളും ഞാനുമായുള്ള ബന്ധം അള്ളാഹുവിന് വേണ്ടിയുള്ള ബന്ധമായിരിക്കണം. വൽ മുതജാലിസീന ഫിയ, അത്തരം സദസ്സുകളിൽ ഇരിക്കുന്ന മുഅ്മിനുകളായ ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം നിർബന്ധമായി തീരും. വൽ മുതബാദിലീന ഫിയ, എന്റെ സഹോദരന്റെ പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, അയാൾക്ക് വേണ്ടിയിട്ട് എന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം ഞാൻ നൽകുന്നു, അല്ലെങ്കിൽ എന്റെ സമയം നൽകുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്താണോ കഴിയുന്നത് അത് നൽകി അയാളുമായി സഹകരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. വൽ മുതബാദിലീന ഫിയ, എനിക്ക് വേണ്ടി പരസ്പരം ചിലവാക്കുന്ന ആളുകൾ. വൽ മുതസാവിരീന ഫിയ, ഇന്നയാള് രോഗിയാണ്, ഇന്നയാളിന്റെ പ്രയാസത്തിലാണ്, ഇന്നയാൾ ഇന്ന സ്ഥലത്തുണ്ട്, അയാളൊന്ന് പോയി കാണണം, ഇന്ന സ്ഥലത്തുനിന്ന് അയാൾ വന്നതാണ് യാത്ര ചെയ്ത്, ഞാൻ എന്റെ കൂടെ പഠിച്ച ആളാണ്, ഞാനുമായി ദീന് പഠിച്ചിരുന്ന ആളാണ്, ഞാനുമായി ഇന്ന ബന്ധമുള്ള ആളാണ്, അയാൾ വന്നു, അയാളെ കാണാനൊരു അവസരം അതെനിക്ക് കിട്ടുകയാണ്, നമ്മൾ ഓടി അയാളെ പോയി കണ്ട് സംസാരിച്ച് ഇങ്ങനെ മുഅ്മിനുകളായ ആളുകളുമായുള്ള ബന്ധം ഇങ്ങനെ സ്ഥാപിക്കുന്ന ആളുകൾ, പരസ്പരം ചെലവാക്കുന്നവർ, പരസ്പരം ഇരിക്കുന്നവർ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നവർ, പരസ്പരം സന്ദർശിക്കുന്നവർ, ഇങ്ങനെ സന്ദർശിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വജബത്ത് മഹബ്ബത്തി, ഖുദ്സിയായ ഹദീസ് അല്ലാഹു പറഞ്ഞതാണ്, എന്റെ സ്നേഹം അവർക്ക് നിർബന്ധമായി തീരും. അപ്പൊ നമ്മൾ അങ്ങനെയുള്ളവരാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ പറയുന്നു റജുലാനി തഹാബ്ബാ ഫില്ലാ, രണ്ടാളുകളുണ്ട്, അവർ അല്ലാഹുവിന് വേണ്ടിയാണ് പരസ്പരം ഇഷ്ടപ്പെട്ടത്, വതഫറഖാ ഫീഹി വതഫറഖാ അലൈഹി, അതിന്റെ പേരിലാണ് അവർ വേർപിരിഞ്ഞത്. രണ്ട് മനുഷ്യന്മാര് അള്ളാഹ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു, രണ്ട് സഹോദരങ്ങൾ മുഅ്മിനുകൾ,
ഇവരിങ്ങനെ ഒരുമിച്ച് പള്ളിയിൽ വരുന്നു, നമസ്കരിക്കുന്നു, അവരുടെ സംസാരങ്ങളിൽ എല്ലാം ഇങ്ങനെ ദീനിങ്ങനെ നിഴലിച്ച് നിൽക്കണ കാണാൻ കഴിയും. മറ്റനാവശ്യങ്ങളിലൊന്നും ഏർപ്പെടാതെ അങ്ങനെ നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ച മനുഷ്യന്മാരെ കുറിച്ച് റജുലാനി തഹാബ്ബ ഫില്ലാ, രണ്ടാളുകളുണ്ട്, അവർ അള്ളാഹുവിന്റെ പേരിൽ ഇഷ്ടപ്പെട്ടു. വതഫറഖ അലൈഹി, അതിന്റെ പേരിൽ അവർ വേർപിരിയുകയും ചെയ്തു. ആദർശമുള്ള, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാത്ത തൗഹീദുള്ള മനുഷ്യന്മാര്, പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം ഏറ്റെടുത്ത് അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്ന വക്താക്കൾ. വതഫറഖ അലൈഹി, അവരുടെ അവസാനത്തെ വേർപിരിവ്. അതിനെ സംബന്ധിച്ച് റിയാദ് സ്വാലിഹീൻ കാണാൻ കഴിയും. അന്നഹുമാ ദാമാ അലൽ മഹബ്ബ, അവർ രണ്ടുപേരും തുടർന്നു പോയത് തന്റെ ജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിന്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ചാണ്. വലം യഖ്തഉഹുമാ ലിആരിൽ ദുനിയവിയ, ദുനിയാവിന്റെ ഒരു കാര്യങ്ങളും അവരെ വേർപിരിച്ചിട്ടില്ല. സവാഉൻ ഇജ്തമാ ഹഖീഖതൻ അം ലാ ഹത്താ ഫറഖ ബൈനഹുമാ അൽ മൗത്ത്, അവർ വേർപിരിഞ്ഞത് അവരുടെ അന്ത്യനിമിഷത്തിലാണ്. ദീനിന് വേണ്ടി ഇഷ്ടപ്പെട്ടു, ദീനിന്റെ പേരിൽ കൂട്ടായി നടന്നു, ദീനിന്റെ പേരിൽ അങ്ങനെ ജീവിച്ചു. അങ്ങനെ അവസാനം ആ സഹോദരനെ ഖബറടക്കുന്നതുവരെ, അയാൾ മയ്യിത്താകുന്നതുവരെ അയാളുമായി അനുഗമിച്ച് ആ ജീവിത സരണിയിൽ കൂടെ ഒപ്പം നടന്ന മനുഷ്യന്മാർ. തഫറഖ അലൈഹി, ഫിറാഖ് എന്ന് പറഞ്ഞാൽ ആ ഫിറാഖാൻ, ആ വേർപാടിനെ സംബന്ധിച്ചാണ് ഹദീസിൽ പറഞ്ഞത്. അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട രണ്ടുപേർ അള്ളാഹ്ക്ക് വേണ്ടി വേർപിരിയുകയും എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം വരെയും അവർ ദീനിയായ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് ആ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് റിയാദ് സ്വാലിഹീന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അസ്വൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നമ്മുടെ കുടുംബത്തെക്കാളും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയേക്കാൾ, മക്കളെക്കാൾ ഒക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുടുംബം ഇഹലോകത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എങ്കിൽ ആദർശ ബന്ധങ്ങൾ, തൗഹീദിന്റെ ബന്ധങ്ങൾ, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ട ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ എന്ന് പറയുന്നത് പരലോകത്തെ ഓർമ്മിപ്പിക്കുന്നത്. എന്റെ സൗഹൃദങ്ങൾ എന്റെ പരലോകത്തേക്കുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ തൗഹീദുള്ള ബന്ധങ്ങളിൽ നമ്മൾ എപ്പോഴും ആസ്വാദനം കണ്ടെത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഖുർആനിന്റെ ചോദ്യം എങ്ങനെയാണ്? അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയാൽ ഭയഭക്തിയോടെ ജീവിക്കാൻ മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ എന്ന്. വമാ നസല മിനൽ ഹഖ്, അല്ലാഹുവിന്റെ ഹക്ക് അത് ഇറക്കപ്പെട്ടതിനു ശേഷവും വലാ യകുനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, മുൻകഴിഞ്ഞു പോയ മനുഷ്യന്മാർ ആയിരുന്നതുപോലെ അവർ ആയിക്കൊണ്ടിരിക്കുകയാണോ എന്നാണ് അവരുടെ പ്രത്യേകത. മുൻഗാമികളായ പല മനുഷ്യന്മാരും ഫത്വാല അലൈഹിമുൽ അമദ്, കാലഘട്ടം അങ്ങനെ ദൈർഘിച്ചു പോയപ്പോൾ ഫഖസത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾക്ക് ഞെരുക്കം സംഭവിച്ചു, ഇടുങ്ങിയതായി കുടുസായ ചിന്തകൾക്ക് വിധേയമായ മനുഷ്യന്മാര്. അങ്ങനെയുള്ള ആളുകളെ പോലെ മനുഷ്യന്മാരാവുകയാണോ? അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ അവർ തയ്യാറാകുന്നില്ലേ? ഹക്ക് ബോധ്യപ്പെട്ടിട്ടും ഹക്കിന്റെ ഒപ്പം നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്നാണ്. അങ്ങനെ നിന്നവർ ഫാസിക്കുകളായി, തെമ്മാടികളായി ജീവിതത്തിൽ കഴിച്ചു കൂട്ടേണ്ടി വന്ന മനുഷ്യന്മാരായി തീർന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നല്ല ബന്ധങ്ങളെ നമ്മൾ ആസ്വാദനപൂർവ്വം കണ്ടുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അവസാനത്തെ വേർപാട് വരെ വിശ്വാസികളായ ആളുകൾക്ക് ബന്ധമുണ്ടാകണമെന്നാണ് ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും ഭയഭക്തിയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥകളിൽ നിന്ന് നമ്മൾ അകന്നു പോകാൻ പാടില്ല. അകന്നു പോയാൽ നമ്മൾ തിന്മകളിൽ അകപ്പെട്ടു പോകും. രണ്ടാമത് പണ്ഡിതന്മാർ പറഞ്ഞു, ഉമറാക്കളായ ഉലമാക്കളിൽ നിന്ന്, നല്ലവരായ പണ്ഡിതന്മാരിൽ നിന്ന്, സ്വാലിഹീങ്ങളായ മനുഷ്യരിൽ നിന്ന് അകന്നു പോവുക. വൈജ്ഞാനിക ദാഹികളായിരിക്കണം വിശ്വാസി. സദാസമയവും ഇൽമു നേടണമെന്നുള്ള ആഗ്രഹം ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണമെന്നാണ്. അറിവ് നേടണം. എന്തുണ്ട് മാർഗം? ഖുർആൻ പഠനങ്ങളുണ്ടോ? എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് ഇൽമിന്റെ സദസ്സുകളിൽ എത്താനുള്ള സമയങ്ങൾ നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ ഫാഹിഷത്തുകളിൽ അകപ്പെട്ടു പോകും. മ്ലേച്ഛമായ ചിന്തകൾ മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ കൂടും. മോശമായ മോശമായ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ മനസ്സിങ്ങനെ പതറിക്കൊണ്ടിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും, അറിവിന്റെ നിറകുടമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ ഇരിക്കുന്ന സദസ്സിൽ ആളുകൾ ആഗ്രഹിച്ചിരുന്നു, ഇന്നൊരാൾ ഇൽമു നേടാൻ വേണ്ടി വന്നാൽ അടുത്ത ദിവസം വേറൊരു സ്വഹാബി ഇരിക്കും, എന്നിട്ട് ജോലിക്ക് പോകും മറ്റേ ആള്. എന്നിട്ട് ഇങ്ങനെ ആ പ്രവാചകൻ എന്താണ് പഠിപ്പിച്ചതെന്ന് അറിയാനുള്ള ആഗ്രഹവും വെമ്പലും ഇവിടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കൊക്കെ പല ഹദീസുകളും കേൾക്കാറുണ്ട്. പലതും അത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈമാനൊക്കെ ഇങ്ങനെ ചോർന്ന്
നശിച്ചു പോകുന്ന അവസ്ഥയിൽ നമ്മൾ ആയിത്തീരാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തെ സംബന്ധിച്ച്, റസൂലിന്റെ വഫാത്തിനെ സംബന്ധിച്ച്, ഒരു മഴയുള്ള രാത്രിയിൽ ചെമ്മരിയാടുകൾ വിറങ്ങലിച്ചു നിൽക്കുന്ന പോലെ ജനങ്ങൾ വിറങ്ങലിച്ചു നിന്നു എന്ന് രേഖപ്പെട്ടു കിടക്കുന്നത് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ള രാത്രി, ചെമ്മരിയാടുകൾക്ക് ധാരാളം രോമങ്ങളുള്ള ചെമ്മരിയാടുകൾ, എന്നാൽ ശക്തമായ മഴ പെയ്ത് കഴിഞ്ഞാൽ അവരിങ്ങനെ വിറങ്ങലിച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ, അനങ്ങാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കണം കാണാൻ കഴിയും. അതുപോലെ ഞങ്ങൾ ആയിത്തീർന്നു എന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. മനസ്സിന്റെ ഉള്ളിൽ അഗാധമായ ഒരു വിടവ്, റസൂലിന്റെ വിയോഗം, അതായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മുഅ്മിനുകളായ ആളുകളുമായുള്ള ബന്ധങ്ങൾ, ഇൽമുള്ള ആളുകളുമായുള്ള ബന്ധങ്ങൾ, ഉലമാക്കളുമായുള്ള പണ്ഡിതന്മാരുമായുള്ള ബന്ധങ്ങൾ നമ്മൾ വിച്ഛേദിക്കാൻ പാടില്ല. നല്ല ഇൽമുള്ള ആളുകൾക്ക് നമ്മൾ സ്ഥാനങ്ങൾ നൽകണം. അവർക്ക് എല്ലാ നിലക്കുള്ള പവിത്രതയും നമ്മൾ കൽപ്പിക്കണം. ഖാല അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ റഅയ്തു യൗമൻ കാന അഖബഹു വലാ അദ്ലം, ഏറ്റവും മോശപ്പെട്ടതും ഏറ്റവും ഉൽമിനകപ്പെട്ടതും എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇരുട്ടുള്ളതുമായ ഒരു ദിവസവും ഞാൻ കണ്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ. യൗമിൻ മാത ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആ ഒരു ദിനമല്ലാതെ അങ്ങനെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിനെ ഞങ്ങളേറെ ഭയപ്പെട്ടിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അശദ്ദുൽ അയ്യാം വഹശത്തുൻ വളലാമുൻ മുസാബുൻ അലൽ മുസ്ലിമീൻ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് ഒന്നും കടന്നു വരാനില്ല. അങ്ങനെ റസൂലിന്റെ വഫാത്താണ് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമമുള്ള ദിവസം എന്ന്. അശദ്ദുൽ അയ്യാം, ദിവസങ്ങളിലെ ഏറ്റവും ശക്തമായ പ്രയാസം അനുഭവിച്ച, മുസീബത്ത് ബാധിച്ച പോലെ സ്വഹാബത്തിനൊക്കെ ഫീൽ ചെയ്ത, എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമ തലമുറയ്ക്ക് അങ്ങനെ തോന്നിയ ദിവസം എന്ന് പറയുന്നത് ആ ഒരു ദിവസമായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇൽമുള്ള ആളുകൾ, പണ്ഡിതന്മാരായ ആളുകൾക്ക് അവരുടേതായ സ്ഥാനങ്ങൾ നൽകി അവർക്കൊപ്പം നിൽക്കാൻ, അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ, പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആ ഇൽമിന്റെ ആ ഒരു സ്രോതസ്സിൽ നിന്ന് കൃത്യമായ വിജ്ഞാനങ്ങൾ നേടിയെടുക്കാൻ, ഒപ്പിയെടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഇൽമുകൾ നേടിയെടുക്കാൻ വിശ്വസിക്കാൻ കഴിയണം. മൂന്നാമതായി സൂചിപ്പിക്കാൻ മിനൽ ഖുർആനി വസ്സുന്ന, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അകന്നു പോവുകയാണ്. അതുവഴി തിന്മയിലകപ്പെടും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, തീർച്ചയായും ഈ ഖുർആനാകുന്നത് മനുഷ്യനെ ഏറ്റവും നല്ലതിലേക്ക് നയിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ, ഖുർആൻ വായിക്കാൻ, ഖുർആനുമായി ബന്ധം സ്ഥാപിക്കാൻ, ഖുർആനിന്റെ വിശദീകരണമായ ഹദീസ് മനസ്സിലാക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങൾ, സുന്നത്തുകളെ സ്വീകരിക്കാൻ ഒക്കെ മനസ്സുണ്ടാകണമെന്ന്. ഖുർആനും സുന്നത്തും അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയണം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക്, ഏറ്റവും നല്ല ഒന്നിലേക്ക് മനുഷ്യനെ വഴി നടത്തുന്നതാണ് പരിശുദ്ധ ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ചു. ഇസ്ലാമിന്റെ മൻഹജും ഹദീസും ഫിഖ്ഹും ഉസൂലുൽ ഫിഖ്ഹും താരീഖും ഇങ്ങനെ തുടങ്ങി ദീനിയായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം പഠിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണമെന്നാണ് സൂചിപ്പിക്കുക. പ്രിയമുള്ളവരെ, അങ്ങനെ നന്മയുടെ വക്താക്കളായി ഈ ഒരു പവിത്രമായ മാസങ്ങളിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന, എല്ലാ മോശങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തുന്ന ആളുകളായി തീരാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മത്സരിക്കുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ ഫർദുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് നമുക്ക് നന്മകളിൽ ഏറെ സമയം കണ്ടെത്താനുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന്. മഹാന്മാരായ പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നുള്ള, നന്മകളിൽ മുന്നേറാനുള്ള അവസരങ്ങളെ മുതലാക്കണമെന്നുള്ള ചിന്തകൾ നമുക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവസാന ഭാഗത്ത് സൂചിപ്പിക്കുക, അൽ ഐഷു ഫി വസ്തുൽ മആസി, ഒരു മനുഷ്യൻ തിന്മകളിൽ അകപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അയാൾ മഅസിയത്തുകളുടെ, മോശപ്പെട്ട കാര്യങ്ങളുടെ നടുക്ക് ജീവിക്കുക എന്നുള്ളതാണ്.
വൃത്തികേടുകൾ കണ്ടാൽ ആ വൃത്തികേടുകൾക്കൊപ്പം കൂടുന്ന ആളുകളായി മനുഷ്യന്മാർ മാറുന്ന അവസ്ഥകളുണ്ടാകും. തിന്മകൾക്കിടയിൽ ജീവിക്കുക എന്നതാണ്. എന്ന് പറയാൻ സ്വന്തം തിന്മകളെ ആസ്വദിക്കുന്ന മനുഷ്യന്മാരുണ്ട്. താൻ ചെയ്യുന്നത് തിന്മയാണ് എന്നറിഞ്ഞിട്ടും താൻ മദ്യപിക്കുന്നത്, താൻ ലഹരി ഉപയോഗിക്കുന്നത്, താൻ സെക്സ് കാണുന്നത്, താൻ അനാവശ്യങ്ങൾ ചിന്തിക്കുന്നത്, ഇതിനെല്ലാം ആസ്വദിക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കുന്നുണ്ട് എങ്കിൽ അയാളുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുന്ന അവസരങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും. ഏതെങ്കിലും ഒരു തിന്മ ഒരു മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അയാൾ ആ തിന്മയിൽ ഇങ്ങനെ ആസ്വാദനം കണ്ടെത്തും. ഒരു പലിശയാണെങ്കിൽ, അല്ലെങ്കിൽ ഹറാമായ മറ്റെന്തെങ്കിലും ആണെങ്കിൽ, എന്ന് പറയുന്ന ഒരു സ്ത്രീയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തുമാകട്ടെ, ഏതെങ്കിലും ചില തിന്മകൾ മനുഷ്യരെ വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്ന്. അതുകൊണ്ടൊരു തിന്മയിൽ ആസ്വാദനം കണ്ടെത്തുന്ന ഒരു അവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് മുഅ്മിനുകൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ തഖിഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്കറിവില്ലാത്തതിന്റെ പിന്നാലെ നീ പോകരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇന്ന സമഅ, തീർച്ചയായും നിന്റെ കേൾവി, വൽ ബസറ, നിന്റെ കാഴ്ച, വൽ ഫുആദ, നിന്റെ ഹൃദയം, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, എല്ലാത്തിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് ചോദിക്കുമെന്ന്. നമുക്ക് വെച്ച കാലനക്കാൻ കഴിയണമെങ്കിൽ പരലോകത്ത് തിന്മകൾക്ക് പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല എന്ന് തന്നെയാണ്. മോശമായ കാഴ്ചകൾ, മോശമായ കേൾവികൾ, മോശമായ ചിന്തകൾ, ഇത് മൂന്നും മനുഷ്യന് വേട്ടയാടി കഴിഞ്ഞാൽ അയാൾക്ക് നന്മയിലെത്തുക എന്ന് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അയാൾ ഇതിങ്ങനെ ആസ്വദിക്കും. ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, പിശാചിങ്ങനെ ആ മനസ്സിലിങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും, നീ അത് ചെയ്യും, അതിൽ നിനക്ക് ആസ്വാദനമുണ്ട്, അത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ചെയ്യേണ്ടയില്ലായിരുന്നു, പക്ഷേ വീണ്ടും അടുത്ത ദിവസം അത് തന്നെ ചെയ്യും. ഈ നന്മകളെല്ലാം കേട്ടിട്ടും, നന്മകളെല്ലാം മനസ്സിലാക്കിയിട്ടും, പരിശുദ്ധമായ ഈ മാസങ്ങളിൽ പോലും എത്ര മോശപ്പെട്ട കാഴ്ചകളാണ് നമ്മൾ വേട്ടയാടുന്നത്, എത്ര മോശപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, എത്ര മോശപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ, പ്രിയമുള്ളവരെ, അള്ളാഹു പറഞ്ഞത് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, എല്ലാത്തിനെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്. ഖദ് യുലഫൽ അബ്ദു ഫി ബഅദി സആത്, മനുഷ്യന്മാർ ചില സമയങ്ങളിൽ അവർ ദുർബലരായി തീരും. വയുസ്വിസു ലഹു ശൈത്താൻ, പിശാച് അവരെ ഇങ്ങനെ വസ്വാസിലാക്കിക്കൊണ്ടേയിരിക്കും. വതവസ്സല ലഹു നഫ്സുഹു വൽ വുഖൂഅ ഫി ദംബ്, അവരങ്ങനെ പാപത്തിൽ അകപ്പെട്ടുകൊണ്ടേയിരിക്കും. വഹാദ, അതോടൊപ്പം ഫൈനൽ ബാബ തൗബ ലാ യസാലു മഫ്തൂഹൻ. പ്രിയമുള്ളവരെ, നമുക്ക് സമയമായിട്ടില്ല. ആ തിന്മകളെ എങ്ങനെ മുഴുകി ജീവിക്കേണ്ടവരല്ല നമ്മൾ. പണ്ഡിതന്മാർ രേഖപ്പെടുത്തി ഹദീസിന്റെ വിശദീകരണമായി, തൗബയുടെ വാതിലുകൾ എന്നത്, പശ്ചാത്താപത്തിന്റെ ബാബുകൾ എന്നത് അത് തുറന്നു വെക്കപ്പെട്ടതാണ്. ഇത് അള്ളാന്റെ കാരുണ്യമാണ്, അള്ളാന്റെ കാരുണ്യമാണ്. തിന്മകൾ വിട്ട് മാറി തൗബ ചെയ്ത് അള്ളാഹുവേ ഇനി ഞാൻ മടങ്ങില്ല ഈ തിന്മകളിലേക്ക് എന്ന് പറയാൻ വിശ്വാസികൾക്ക് സമയമുണ്ട് എന്ന്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ഞാൻ ഇനി നന്നാവൂല എന്ന് ചിന്തിക്കാതെ, എനിക്കിനിയും സമയമുണ്ട്, എനിക്കിനി അടുത്തൊരു അവസരമുണ്ട്, അത് തൗബയുടെ വാതിലാണ്. ആ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ, എത്ര തിന്മകൾ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുമെന്ന്, അള്ളാഹു അത് കബൂലാക്കും. ഹദീസിൽ സ്ഥിരപ്പെട്ടത് കുല്ലു ബനി ആദം ഖത്താഉ, എല്ലാ ആദമിന്റെ മക്കളും തെറ്റുകൾ ചെയ്യുന്നവരാണ്. ഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, എന്നാൽ ഏറ്റവും നല്ല അതിലെ മനുഷ്യന്മാരെന്ന് പറയുന്ന അള്ളാഹുവിലേക്ക് ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾ. അതുകൊണ്ട് തിന്മകളോട് നമുക്ക് രാജിയാകാൻ കഴിയില്ല, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന് തിരിച്ചറിവ് വിശ്വാസികൾക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ തിരിച്ചു നടക്കുക, നന്മകളിലേക്ക് മത്സരിക്കുക, തിന്മകൾക്കൊപ്പം ജീവിക്കുന്ന സമയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ, അതിൽ നിന്നെല്ലാം മാറി നിൽക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. പല ആളുകളും തെറ്റുകളിൽ നിന്ന് ഇങ്ങനെ ഊരിപ്പോരാൻ വേണ്ടി ശ്രമിക്കും, പക്ഷെ വീണ്ടും വീണ്ടും അതിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നന്മകളാണ് നമ്മുടെ മുന്നിൽ ധാരാളമായി ഉള്ളത്. ആ നന്മകൾ ഏതാണെന്ന് കണ്ടെത്താനും അതിനുള്ള സമയം കണ്ടെത്താനും ഒക്കെ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ മത്സരിക്കുന്ന ഫല്യതനാഫസിൽ മുതനാഫിസുൻ,
മത്സരിക്കുന്നവർ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ എന്ന് പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് പുറത്തു മാപ്പാക്കി റഹ്മാനെ. അല്ലാഹു, വിശ്വാസികളായി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം സഹോദരങ്ങളുണ്ട്. അവരെയും ഞങ്ങളെയും നിന്റെ മഹനീയമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. രോഗങ്ങൾക്ക് പൂർണ്ണമായ ശമനം നൽകുകയും ആശ്വാസം നൽകുകയും ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. آمين آمين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.